ശ്രീലങ്കയിലെ പുനോനയിൽ റെയിൽവേ പാളത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എൽറ്റൻഡോഫ് എന്ന പേരുള്ള അവിടുത്തെ തൊഴിലാളികളെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു അധികാരി പെട്ടെന്ന് അവിടുത്തെ ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു കാര്യം പറഞ്ഞത്: ഈ പ്രദേശത്ത് ഒരു നരഭോജിയായ ഒരു പുലിയുടെ ശല്യം വല്ലാതെയുണ്ട്. ഇവിടുത്തെ ആളുകൾ പറഞ്ഞ് നല്ലപോലെ അതിനെപ്പറ്റി അറിയാം. അതുകൊണ്ട് തന്നെ പുതുതായി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പാതയിലൂടെ ആരും കൽക്കുട്ട എന്ന സ്ഥലത്തേക്ക് പോകരുത്. അത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന ഒരു പാതയാണെന്നറിയാം. അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. ഒറ്റയ്ക്കാണെങ്കിൽ ഒരിക്കലും ആ പാതയിലൂടെ നിങ്ങൾ പോകരുത്. കൂട്ടമായിട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ ആ പാതയിലൂടെ പോകുക. അല്ലാത്ത വശം നിങ്ങൾ ഒരിക്കലും ആ പാത ഉപയോഗിക്കരുത്. ഇങ്ങനെയൊരു നിർദ്ദേശമായിരുന്നു തൊഴിലാളികൾക്കായി ആ അധികാരി നൽകിയത്. എന്നാൽ അതിലൊരാൾ അദ്ദേഹം നൽകിയ ആ കർശനമായ നിർദ്ദേശത്തെ ചെവിക്കൊണ്ടില്ല. കൽക്കുട്ടയിലേക്ക് പോകുവാൻ എളുപ്പമുള്ള ആ വഴി തന്നെ തിരഞ്ഞെടുത്തു. പിന്നീട് അയാൾക്ക് എന്താണ് ഉണ്ടായതെന്നല്ലേ പറയാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് ഭീതിയുടെയും ധാർഷ്ട്യത്തിൻ്റെയും ഒടുങ്ങാത്ത ആവേശത്തിൻ്റെയും ഒരു പുലിപിടുത്തത്തിൻ്റെ കഥയാണ്. പുനാനയിലെ നരഭോജിയുടെ കഥ. ശ്രീലങ്കയിലെ പുനാനൈ എന്ന സ്ഥലത്തെ ചുറ്റപ്പറ്റിയാണ് ഈ ഭീകരതയുടെ അധ്യായം കുറിക്കപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 100 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ കഥ നടക്കുന്നത്. അവസാനമായി ഒരു മനുഷ്യനെ ആ നരഭോജി കൊല്ലുന്നത് 1924 ഒക്ടോബർ 16 അതാണ് ആ പുലിയുടെ അവസാനത്തെ മനുഷ്യവേട്ട. ലാൽ സന്തോണിസ് എന്ന ഗവേഷകനും എഴുത്തുകാരനുമാണ് ഈ ചരിത്ര സത്യങ്ങളെല്ലാം ആഴത്തിൽ പഠിച്ച് രേഖപ്പെടുത്തിയത്. അങ്ങനെ അദ്ദേഹം രേഖപ്പെടുത്തിയ ഈ കഥയിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് മണിക്കം എന്ന യുവാവ്. അദ്ദേഹം റെയിൽവേ വകുപ്പിൽ ഒരു പ്യൂണായി ജോലി ചെയ്തിരുന്നു. എൽറ്റൻഡോഫ് എന്ന റെയിൽവേ ഇൻസ്പെക്ടറുടെ കീഴിലായിരുന്നു മണിക്കം അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു ശനിയാഴ്ചയായിരുന്നു. പ്രഭാതമായിരുന്നു. സൂര്യൻ കാടിൻ്റെ മുകളിലേക്ക് നേരിയ പ്രകാശം വിതറി തുടങ്ങിയ സുന്ദരമായ സമയം. മണിക്കം കാൽനടയായി കൽക്കുട്ടയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. മണിക്കം സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ പ്രദേശത്തെ പ്രഭാതത്തിന് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ടായിരുന്നു. കാരണം അന്ന് മനുഷ്യവാസ കേന്ദ്രങ്ങൾ തീരെയില്ലാത്ത തികച്ചും വന്യമായ ഒരു കൊടുങ്കാടായിരുന്നു അത്. കാടുകളിൽ ഏത് കാലാവസ്ഥയായാലും പ്രഭാതത്തിന് ഒരു പ്രത്യേക ആകർഷണമുണ്ടായിരുന്നു. മണിക്കം ആ വിജനമായി കിടക്കുന്ന പാതയിലൂടെ പതിയെ നടന്നു നീങ്ങി. അതുവഴി അദ്ദേഹം നടന്നു നീങ്ങുമ്പോഴും അവിടെ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് അയാൾക്ക് ചെറിയൊരു ധാരണയുണ്ടായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, അക്കാലത്ത് ആ പ്രദേശത്തെ നരഭോജിയായ ഒരു പുലിയുടെ കഥ സജീവമായി നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ നരഭോജിയായ പുലിയെപ്പറ്റി അയാൾ എല്ലാം കേട്ടിരുന്നു. എങ്കിലും അയാൾ സഞ്ചരിക്കുവാൻ തിരഞ്ഞെടുത്തത് ആ പാത തന്നെയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ അയാൾക്ക് തോന്നിയത് അങ്ങനെയായിരിക്കാം. ഒരുപക്ഷെ വേഗത്തിൽ കൽക്കുട്ടയിലേക്ക് എത്തിച്ചേരുന്ന പാത അതായതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ തികഞ്ഞ അലംഭാവത്തിലായിരിക്കാം അയാൾ ആ വഴി തിരഞ്ഞെടുത്തത്. സത്യം പറഞ്ഞാൽ എൽറ്റൻഡോഫ് കർശനമായ ഒരു നിർദ്ദേശം തന്നെ മണിക്കത്തിന് നൽകിയിരുന്നു. റെയിൽവേ ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട പുതിയ പാതയായിരുന്നു അത്. ഇത് അതീവ അപകടകരമായ പാതയാണെന്നും ഒറ്റയ്ക്ക് പോകുമ്പോൾ ഈ വഴി ആരും തിരഞ്ഞെടുക്കരുതെന്നും എൽറ്റൻഡോഫ് കൂടെയുള്ള എല്ലാ ജീവനക്കാർക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു: നിങ്ങൾ കൂട്ടമായാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമാണ്. നിങ്ങൾക്ക് ഉറപ്പായും ആ പാതയിലൂടെ സഞ്ചരിക്കാം. എന്നാൽ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ വഴിയിൽ സഞ്ചരിക്കരുത്. എന്നാൽ മണിക്കം തൻ്റെ മേലധികാരി നൽകിയ ആ നിർദ്ദേശം അപ്പാടെ അവഗണിച്ചു. അദ്ദേഹം തിരഞ്ഞെടുത്തത് ആ പുതിയ പാതയിലൂടെ സഞ്ചരിക്കാനാണ്. പ്രഭാതത്തിൻ്റെ ശാന്തതയിൽ മണിക്കം അതിവേഗത്തിൽ നടന്നു. അയാളുടെ തന്നെ ഒരു ലോകത്തായിരുന്നു. അവിടേക്കുള്ള യാത്രയിൽ തൻ്റെ ഏകാന്തതയും ഒറ്റപ്പെടലുകളും മാറാൻ വേണ്ടി ഉച്ചത്തിൽ പാട്ടുപാടുന്നുണ്ടായിരുന്നു, ചൂളമടിക്കുന്നുണ്ടായിരുന്നു. അതീവ സന്തോഷവാനായിരുന്നു മണിക്കം. അപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ തന്നെ ആ വഴിയിലൂടെ നടന്നു നീങ്ങി.
അങ്ങനെ അയാൾ നടന്നു നീങ്ങുമ്പോഴും പ്രകൃതി അയാൾക്ക് ധാരാളം മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയ അപകടം തന്നെ പിന്തുടരുന്നതിൻ്റെ സൂചനകൾ. എന്നാൽ അതെല്ലാം മണിക്കം അവഗണിച്ചു. അയാൾ വീണ്ടും മുന്നിലേക്ക് നടന്നു നീങ്ങി. കാട്ടിലെ പക്ഷികൾ, പ്രത്യേകിച്ചും ചെറിയ കിളികൾ, തുടർച്ചയായി ഒരുതരം അപായ സൂചനകൾ മുഴക്കിക്കൊണ്ടിരുന്നു. കാടിനെക്കുറിച്ച് അല്പമെങ്കിലും അറിവുള്ളവർക്കറിയാം, കിളികളുടെ കളകളാരവങ്ങൾക്ക് ഓരോ സമയവും ഓരോ അർത്ഥമാണുള്ളതെന്ന്. ചില സമയങ്ങളിൽ അത് സന്തോഷത്തിൽ ചിലയ്ക്കുന്നു, ചില സമയങ്ങളിൽ തൻ്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുവാൻ വേണ്ടി ചിലയ്ക്കുന്നു, മറ്റു ചിലപ്പോൾ മരണത്തെയോ അപകടത്തെയോ സൂചിപ്പിക്കുവാൻ വേണ്ടി അവ ചിലയ്ക്കുന്നു. ആ നിമിഷം മണിക്കത്തെ ചുറ്റിപ്പറ്റി കിളികൾ മുഴക്കിക്കൊണ്ടിരുന്നത് അങ്ങനെയൊരു അപായ സൂചനയായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് മണിക്കത്തെ പോലുള്ള ഒരാൾ ഈ അപായ സൂചനകൾ ചെവിക്കൊണ്ടില്ല എന്നറിയില്ല. ഒരു പക്ഷേ അയാൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. എന്തുതന്നെ ആയാലും അയാൾക്കൊരു കാര്യം വ്യക്തമായി തന്നെ അറിയാം, ആ പ്രദേശത്ത് ഒരു നരഭോജിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന്. എന്നിട്ടും അയാൾ ഇതൊന്നും ചിന്തിക്കാതെ, അപായ സൂചനകൾ വകവയ്ക്കാതെ വീണ്ടും മുന്നിലേക്ക് നടന്നു. മണിക്കൻ നടന്ന് മുന്നോട്ട് പോകുന്ന വഴി തന്നെ ആയിരുന്നു ആ പുലിയുടെയും വിഹാര കേന്ദ്രം. പതിവ് പോലെ തന്നെ ആ പുലി ആ വഴിയിൽ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ദൂരെ വെച്ച് തന്നെ ആ പുലിയുടെ കണ്ണിൽ മണിക്കത്തിൻ്റെ രൂപം പതിഞ്ഞു കഴിഞ്ഞിരുന്നു. തൻ്റെ ഇര തൻ്റെ അരികിലേക്ക് വരുന്നത് കണ്ട ഉടനെ തന്നെ ആ പുലി അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിൻ്റെ ഇരച്ചാർത്തുകൾക്കിടയിലേക്ക് പോയി മറഞ്ഞു. അതേ സമയം തന്നെ കാട് തികഞ്ഞ നിശബ്ദതയിലുമായി. കിളികളുടെ കളകളാരവങ്ങളൊന്നും ഒരു നിമിഷത്തേക്ക് അവിടെ കേൾക്കുവാനുണ്ടായിരുന്നില്ല. കാട് തികഞ്ഞ നിശബ്ദതയിലേക്ക് ആഴ്ന്നിറങ്ങി. അത് കുറച്ച് സമയം മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നായിരുന്നു. അതിനുശേഷം എല്ലാം പഴയതുപോലെ തന്നെയായി. മണിക്കം പതിയെ ഒന്നും അറിയാതെ, തൻ്റെ മരണം അടുത്തായി കാത്തിരിക്കുന്നതറിയാതെ അവൻ നടന്ന് മുന്നിലേക്ക് നീങ്ങി. എപ്പോഴാണ് ആ പുലിയുടെ പ്രഹരപരിധിയിലേക്ക് ആ മനുഷ്യനെത്തിയത്, അപ്പോൾ കുറ്റിക്കാടിൽ മറഞ്ഞിരുന്ന ആ പുലി അയാൾക്ക് നേരെ കുതിച്ചു ചാടി. പുലിയുടെ കൂർത്ത പല്ലുകളും നഖങ്ങളും മണിക്കത്തിൻ്റെ ശരീരത്തിലേക്ക് ആഴത്തിലിറങ്ങി. ഒന്ന് അനങ്ങാനോ ഒന്ന് കുതിറി മാറുവാനോ മണിക്കത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ജീവൻ അവിടെ പൊലിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ മേലധികാരി നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് അയാൾ നടന്നു ചെന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് തന്നെയായിരുന്നു. അതായിരുന്നു പുനേനയിലെ നരഭോജിയുടെ അവസാനത്തെ നരബലി. 1924 ഒക്ടോബർ 16 ഈ സംഭവം അവിടെ നടന്നത്. പുനേനയിൽ സ്ഥിതി ചെയ്തിരുന്ന പുളനെരുവ മേഖലയിലായിരുന്നു വടികലോകയിലേക്ക് പോകുന്ന റോഡുണ്ടായിരുന്നത്. ഈ പ്രദേശത്ത് മനുഷ്യവാസ കേന്ദ്രങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു തികഞ്ഞ വനമേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾ ആരും തന്നെ ആ വഴി സഞ്ചരിക്കാറില്ല. പിന്നെ അതുവഴി സഞ്ചരിക്കുന്നത് തികച്ചും കച്ചവടക്കാർ മാത്രമായിരുന്നു. അതും പുകയിലയും കൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ മാത്രം. ഒരു മൃഗം എപ്പോഴാണ് നരഭോജിയായി മാറുന്നത്? എവിടെ വെച്ചാണ് അത് അതിൻ്റെ ആദ്യത്തെ മനുഷ്യനെ വേട്ടയാടുന്നത്? എങ്ങനെയാണ് മനുഷ്യരക്തത്തോടുള്ള അതിൻ്റെ അടങ്ങാത്ത ആസക്തി വർദ്ധിച്ചു വന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നുമുള്ള ഉത്തരം കൃത്യമായി കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ജിം കോർബറ്റ് ഈ വിഷയത്തിൽ നിലനിന്നിരുന്ന ഒരു പൊതുവിശ്വാസത്തെ ശക്തമായി എതിർത്തിരുന്നു. പലരും വിശ്വസിച്ചിരുന്നത് ഒരു മൃഗത്തിന് മനുഷ്യൻ്റെ രക്തത്തിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ അത് മറ്റ് മൃഗങ്ങളെ വേട്ടയാടില്ല എന്നാണ്. അതിന് കാരണമായി അവർ പറയുന്നത് മനുഷ്യൻ്റെ രക്തത്തിന് മറ്റ് മൃഗങ്ങളുടെ രക്തത്തേക്കാൾ രുചി കൂടുതലാണെന്നാണ്. ഇത് തികച്ചും ഒരു കെട്ടുകഥയാണെന്ന് കോർബറ്റ് ആവർത്തിച്ചു പറയുന്നു. മനുഷ്യൻ്റെ രക്തം കൂടുതൽ രുചികരമാണെന്നോ മൃഗങ്ങളുടെ രക്തം മോശമാണെന്നതിലോ യാതൊരു അടിസ്ഥാനവുമില്ല. ഈയൊരു ചിന്താഗതിയാണ് കോർബറ്റും എതിർത്തിരുന്നത്. നമുക്കിനിയും കഥയിലേക്ക് വരാം. നരഭോജിയായ ഒരു മൃഗത്തെ വേട്ടക്കാർ കൊന്ന ശേഷം അവയുടെ ശരീരം പരിശോധിക്കുന്നത് പതിവായിരുന്നു. ഈ പരിശോധനയിൽ അതിൻ്റെ കാലിനോ താടിയെല്ലിനോ പല്ലിനോ എന്തെങ്കിലും ഒരു തകരാറുണ്ടായതായി കണ്ടെത്തും. ചിലപ്പോൾ അതിൻ്റെ ശരീരഭാഗത്തു നിന്നും പഴയ വെടിയുണ്ടകളോ പെല്ലറ്റുകളോ തറച്ചിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള പരിക്കുകൾ കാരണം അതിവേഗമേറിയതും ശക്തവുമായ സ്വാഭാവിക ഇരകളെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഇരയെന്ന നിലയിൽ അത് മനുഷ്യന് നേരെ തിരിയുന്നു. ഒരു തവണ മനുഷ്യനെ വേട്ടയാടി കഴിഞ്ഞാൽ ഇവയെ കൊല്ലുന്നത് എത്ര എളുപ്പമാണെന്ന് ആ മൃഗം തിരിച്ചറിയും. കടുവകളെ അപേക്ഷിച്ച് ഒരു പുലി നരഭോജിയായി മാറാൻ കൂടുതൽ പ്രയാസമാണ്. കാരണം പുലിക്ക് മനുഷ്യനെ കടുവകളേക്കാൾ ഭയമാണ്. മാത്രമല്ല ശക്തിയിൽ കടുവയേക്കാൾ ദുർബലനുമാണ്. സാധാരണയായി പുലികൾ രാത്രിയിലാണ് അവയുടെ വേട്ടയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. പകൽ സമയങ്ങളിൽ
അവയുടെ പ്രവർത്തനം വളരെ പരിമിതമായിരിക്കും. എന്നാൽ മനുഷ്യൻ രാത്രിയിൽ ഉറങ്ങുകയും പകൽ സജീവമാകുകയും ചെയ്യുന്നു. അതിനാൽ ഒരു പുലി നരഭോജിയായി മാറാനും മനുഷ്യൻ്റെ ജീവിത രീതിക്കനുസരിച്ച് അതിൻ്റെ വേട്ടയാടൽ രീതി മാറ്റിയെടുക്കുവാനും കൂടുതൽ സമയം ആവശ്യമായി വരും. എന്നാൽ പതിയെ പതിയെ അതിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ അത് മനുഷ്യരെ പതിവായി കൊല്ലുവാൻ തുടങ്ങും. അതോടെ മനുഷ്യരോടുള്ള ഭയം അവയ്ക്ക് കുറഞ്ഞു കുറഞ്ഞു വരും. അതിൻ്റെ ജീവിത രീതി മനുഷ്യരുടേതിനെ അനുസരിച്ച് മാറ്റിയെടുക്കും. അതായത് രാത്രിയിൽ അലഞ്ഞു തിരിയുന്നത് ഒഴിവാക്കി പകൽ സമയം അത് അതിൻ്റെ വേട്ട തുടങ്ങും. എങ്കിലും ഉച്ചസമയം കഴിവതും ഒഴിവാക്കി രാവിലെയും വൈകുന്നേരവുമായിരിക്കും പുലി തൻ്റെ ഇരയെ പിടിക്കുവാൻ വേണ്ടി ഇറങ്ങുന്നത്. ഒരു പ്രദേശത്ത് നരഭോജിയായ ഒരു പുലി വന്നിട്ടുണ്ടെന്ന് ആളുകൾ അറിയുന്നത് വളരെ വൈകിയാണ്. വിശന്നു വലയുന്ന നരഭോജിയായ മൃഗം ഒറ്റപ്പെട്ട മനുഷ്യരെ കൊന്നുകഴിഞ്ഞാൽ അത് ആരാണ് ചെയ്തതെന്ന് പോലും പലപ്പോഴും തിരിച്ചറിയുവാൻ കഴിയില്ല. 2-3 മനുഷ്യരുടെ ജീവനും കൂടി നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് പ്രദേശത്ത് ഒരു നരഭോജി സജീവമായെന്ന വിവരം ആളുകൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ. പുനോനയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. നരഭോജിയായി മാറിയ ആ പുലി ആളുകളെ കൊന്നു തുടങ്ങിയപ്പോൾ അന്നത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വിഭവക്കുറവും വിദ്യാഭ്യാസത്തിൻ്റെ കുറവും അന്ധവിശ്വാസവും ഈ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുക മാത്രമാണ് ചെയ്തത്. അക്കാലത്തെ ആളുകൾ ഒരു പ്രത്യേക ചിന്താഗതിയോടെയാണ് കാര്യങ്ങളെ വീക്ഷിച്ചത്. അവരുടെ എല്ലാം ചിന്താഗതി ഇങ്ങനെയായിരുന്നു: നമ്മളെ കൊല്ലാൻ പുലി ആരാണ്? നമ്മളുടെ ആയുസ് എത്ര നാളുണ്ടോ അത്രയും കാലം മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കൂ. ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാതെ നമുക്ക് പോകാൻ കഴിയില്ല. നമ്മളുടെ ദിവസങ്ങൾ എണ്ണിത്തീർന്നു കഴിയുമ്പോൾ പുലി വന്ന് നമ്മളെ കൊന്നുകൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അന്ന് സജീവമായതുകൊണ്ട് തന്നെ ആളുകൾ ഈ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എഴുത്തുകാരനായ ലാൽ പറയുന്നതനുസരിച്ച് ഈ സംഭവങ്ങളൊന്നും അന്നുണ്ടായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയോ പോലീസുകാരെയോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയോ ഒന്നും അറിയിച്ചിരുന്നില്ല. ഫട്ടിക്കലോവയിൽ നിന്നും റംഗോ മാലിക് വരെ റെയിൽവേ ലൈൻ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി 1921 എൻഡോ എൽഡോഫ് ഇൻസ്പെക്ടറായി അവിടെ എത്തുന്നത്. അദ്ദേഹം അവിടെ എത്തിയ നാൾ മുതൽക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റും പല സംഭവങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ഒരു ഭീതികരമായ അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് ഉറപ്പുള്ള ഒരു വിവരവും ആരുടെ പക്കലിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം 1923 അദ്ദേഹം ഇത് സ്ഥിരീകരിച്ചു. അല്ലെങ്കിൽ ഇത് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായി. തൻ്റെ കൂടെ തനിക്കൊപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ വീട്ടിലാണ് സംഭവം നടക്കുന്നത്. അദ്ദേഹത്തിനെ സഹായിക്കുവാൻ വേണ്ടി ഒരു ബാലൻ അയാളുടെ വീട്ടിൽ വരുമായിരുന്നു. പെട്ടെന്ന് ആ ബാലനെ കാണാതായി. അന്വേഷിച്ചപ്പോൾ അവനെ പുലി പിടിച്ചുകൊണ്ടുപോയി എന്ന് ആളുകൾ പറഞ്ഞു. എന്നാൽ അതിന് വേണ്ടത്രയും തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. പുലി ആയിരിക്കാം അവനെ പിടിച്ചുകൊണ്ടുപോയത് എന്ന വെറും സംശയം മാത്രമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ അധികം താമസിക്കാതെ തന്നെ എൽറ്റൻഡോഫിന് കൃത്യമായ ഒരു തെളിവ് ലഭിച്ചു. അതെന്താണെന്നല്ലേ? അത് ഒരു കഥയാണ്. വനപാതയിലൂടെ 2 പേർ നടന്നു പോയിക്കൊണ്ടിരുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പുലി അവരെ ആക്രമിച്ചു. ഭാഗ്യം കൊണ്ട് ഒരാൾ രക്ഷപ്പെട്ടു. മറ്റേയാളെ പുലി പിടിച്ചുകൊണ്ടുപോയി. പുലിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി വന്ന ആൾ നൽകിയ തെളിവുകളാണ് എൽറ്റൻഡോഫിൻ്റെ കയ്യിൽ ആധികാരികമായി എന്ന് പറയുവാനുണ്ടായിരുന്നത്. ഈ സംഭവം അവിടെ നടന്നതോടെ, തെളിവുകളെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചതോടെ പ്രദേശത്ത് ഒരു നരഭോജിയായ പുലിയുടെ സജീവമായ സാന്നിധ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് വെറുമൊരു കെട്ടുകഥയല്ല എന്നും അത് സത്യമാണെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. എൽറ്റൻഡോഫ് പിന്നെ ഒട്ടും താമസിച്ചില്ല. ഈ വിവരം അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിച്ചു. പുനൂനയിൽ ഒരു നരഭോജി പുലി സജീവമായിരിക്കുന്നു എന്ന വിവരം ഗവൺമെൻറ്റിൻ്റെ ഗസറ്റിൽ ആദ്യമായി രേഖപ്പെടുത്തുന്നത് അപ്പോൾ മാത്രമായിരുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷവും കൊലപാതകങ്ങൾ തുടർന്നു. നാട്ടിൽ പല വേട്ടക്കാരുണ്ടായിരുന്നുവെങ്കിലും ആരും ഈ പുലിയെ വേട്ടയാടുവാൻ താല്പര്യം കാണിച്ചില്ല. ആ പ്രദേശത്ത് അത് മാത്രമായിരുന്നു സജീവമായിരുന്ന നരഭോജി. അങ്ങനെയുള്ള ഈ നരഭോജിയായ പുലിയെ വേട്ടയാടുവാൻ പരിചയസമ്പത്തുള്ള ഒരു വേട്ടക്കാരും ഉണ്ടായിരുന്നില്ല. അവിടെ തോക്കുകൾ കൈവശമുള്ളവർ പോലും ഇതിനെ കൊല്ലുവാൻ മുന്നോട്ട് വന്നില്ല, അല്ലെങ്കിൽ താല്പര്യം കാണിച്ചില്ല. അതിൻ്റെ ഫലമായി
അവിടുത്തെ ആളുകളുടെ തിരോധാനം കൂടിക്കൂടി വന്നു. നരഭോജിയുടെ ആക്രമണവും പെരുകി വന്നു. എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തെ ആളുകൾ പോലും ആ നരഭോജിയായ പുലിയെ കൊല്ലുവാൻ വേണ്ടി മുന്നോട്ട് വരാഞ്ഞതെന്നറിയാമോ? കാരണം ഈ പ്രദേശത്ത് മനുഷ്യവാസം വളരെ കുറവായതുകൊണ്ട് തന്നെ അവിടെയുള്ള ആക്രമണങ്ങളും വളരെ കുറവായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇരയായി തീർന്നത് റെയിൽവേ പണിക്ക് വേണ്ടി അല്ലെങ്കിൽ റെയിൽവേയുടെ ജോലിക്ക് വേണ്ടി അവിടെ വന്നവരാണ്. 28 മൈൽ പോസ്റ്റ് എന്ന സ്ഥലത്തിന് സമീപത്തായിരുന്നു ഈ നരഭോജി പുലിയുടെ മിക്ക കൊലപാതക പരമ്പരയും അരങ്ങേറിയിരുന്നത്. പ്രദേശത്ത് മനുഷ്യവാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്നും വന്നെത്തുന്നവരായിരുന്നു ആ പുലിക്ക് ഏറെയും ഇരയായി തീർന്നത്. അങ്ങനെ ആ പുലിയുടെ ആക്രമണം തകൃതിയായി മുന്നോട്ട് പോയി. ഏകദേശം 17 പേരോളം കൊല്ലപ്പെട്ടതോടെ അവിടുത്തെ ഗവൺമെൻറ് ഏജന്റ് ഒരു തീരുമാനമെടുത്തു. ഷെൽട്ടൺ അഗർ എന്ന ഒരു വേട്ടക്കാരനെ അവിടേക്ക് കൊണ്ടുവരാനായിരുന്നു അയാൾ തീരുമാനിച്ചത്. അങ്ങനെ ഈ വിവരമെല്ലാം അറിയിച്ചുകൊണ്ട് ഒരു ടെലിഗ്രാമും അയാൾ കഴിച്ചു. പുലിയെ കൊല്ലുന്നതിന് അദ്ദേഹത്തിന് ഓഫർ ചെയ്ത തുക 100 രൂപയാണ്. അന്നത്തെ കാലത്ത്, അതായത് 1924 100 രൂപ എന്നത് ഒരു വലിയ തുക തന്നെയായിരുന്നു. ക്യാപ്റ്റൻ ഷെൽട്ടൺ അഗർ പ്രൊഫഷണൽ വേട്ടക്കാരനായിരുന്നില്ല. അദ്ദേഹം ഒരു ജമീന്ദാറായിരുന്നു, അതായത് ഭൂ ഉടമ. നമ്മുടെ കോർബറ്റിനെ പോലെയോ അല്ലെങ്കിൽ ആൻഡേഴ്സനെ പോലെയോ എറിൻടനെ പോലെയുള്ള ഒരു വിദഗ്ധനായ ഒരു വേട്ടക്കാരനായിരുന്നില്ല അദ്ദേഹം. അങ്ങനെയുള്ള ഒരാളെ എന്തിനു വേണ്ടിയാണ് ഈ വേട്ടയിലേക്ക് ക്ഷണിച്ചതെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? ഈ പ്രദേശത്ത് ധാരാളം ആനകളുടെ ശല്യമുണ്ടായിരുന്നു, അതായത് റോഗ് എലിഫൻറ്റുകൾ. ധാരാളം ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ ആളുകളെയും കൊല്ലുന്ന ആനകളെ വെടിവെച്ച് കൊല്ലുന്നതിൽ പ്രശസ്തനായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഏജൻറ്റ്, അതായത് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തെ വിവരമറിയിച്ചതും ടെലിഗ്രാം വഴി അദ്ദേഹത്തിന് ഇത്രയും തുക പാരിതോഷികമായി നൽകാമെന്ന് പറഞ്ഞതും. ടെലിഗ്രാം അദ്ദേഹത്തിന് ലഭിക്കുന്ന സമയം അദ്ദേഹം ഉണ്ടായിരുന്നത് സെൻട്രൽ ഹിൽസിലായിരുന്നു. സെൻട്രൽ ഹിൽസിൽ നിന്നും പുലാനെ വരെയുള്ള ദൂരം ഏകദേശം 175 മൈലോളം വരും. എങ്കിലും അതൊന്നും വകവെക്കാതെ 175 മൈലോളം താണ്ടി ആ പുലിയെ കൊല്ലുവാൻ വേണ്ടി അദ്ദേഹം പുനോനയിൽ എത്തിച്ചേർന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, നരഭോജിയെ വേട്ടയാടി കൊല്ലുന്നതിൽ അഗറിന് യാതൊരു മുൻപരിചയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു തുടക്കക്കാരനെ പോലെ തന്നെയാണ് അദ്ദേഹം അവിടെ പെരുമാറിയതും. അങ്ങനെ ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്ന അദ്ദേഹം അവിടുത്തെ നാട്ടുകാരുടെ എല്ലാം സഹായത്തോടെ പുലിയുടെ ആക്രമണം ഉണ്ടായ സ്ഥലങ്ങളെല്ലാം പരിശോധിച്ചു. അവസാനമായി കൊല്ലപ്പെട്ട ഇരയെ കണ്ടെത്തിയ സ്ഥലത്തേക്കും അഗർവാൾ പോയിരുന്നു. അവിടെ കണ്ട ആ മൃതദേഹവും അദ്ദേഹം പരിശോധിച്ചു. അതിൽ നിന്നും ധാരാളം മാംസം ആ പുലി ഭക്ഷിച്ചതായി അദ്ദേഹം കണ്ടെത്തി. എന്നാൽ ആ മൃതദേഹത്തിൻ്റെ അരികിൽ, അല്ലെങ്കിൽ ആ മൃതദേഹം വീണ്ടും ഭക്ഷിക്കുവാൻ വേണ്ടി ആ പുലി അവിടേക്ക് മടങ്ങി വരുമെന്ന് അഗറിന് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മടങ്ങി വരില്ല എന്ന് തന്നെ അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മച്ചാൽ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ അവിടെ പതിയിരുന്നു ആ പുലിക്ക് വേണ്ടി കാത്തിരിക്കുവാനോ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിവെക്കുന്നത് പോലെ തന്നെയായിരുന്നു പിറ്റേ ദിവസവും നടന്നത്. ആ പുലി ആ മൃതദേഹത്തിൻ്റെ അരികിലേക്ക് മടങ്ങിയെത്തിയതേയില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും പകലും രാത്രിയും അദ്ദേഹം ആ നരഭോജിക്ക് വേണ്ടി അവിടെ ആകെ കറങ്ങി നടന്നു. അദ്ദേഹത്തിന് യാതൊരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല. പക്ഷേ നരഭോജിയെ വേട്ടയാടാനുള്ള അനുഭവത്തിൻ്റെ കുറവും അറിവും അദ്ദേഹത്തെ നല്ലപോലെ വലച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പുനോനയിലെ ഒരു ഗ്രാമത്തിൽ നിന്നും പുലിയെ തപ്പി ഇറങ്ങിയതായിരുന്നു. അടുത്തുള്ള വനത്തിൻ്റെ വനപാതയിലൂടെ അദ്ദേഹം പുലിയെ തപ്പി ഏറെ ദൂരം സഞ്ചരിച്ചുവെങ്കിലും പുലിയുടെ കാൽപ്പാടോ അല്ലെങ്കിൽ പുലിയുടെ സാന്നിധ്യമോ അദ്ദേഹത്തിന് അറിയുവാൻ സാധിച്ചില്ല. പുലിയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രക്കിടയിലാണ് അദ്ദേഹം മറ്റൊരു പ്രശ്നത്തെ മുഖാമുഖം കണ്ടത്. പുലിയെ തിരഞ്ഞ് അദ്ദേഹം എത്തിച്ചേർന്നത് ഒരു മരത്തോട് മറഞ്ഞു നിൽക്കുന്ന ഒരൊറ്റയാൻ്റെ മുന്നിലേക്കായിരുന്നു. ക്യാപ്റ്റൻ ഷെൽട്ടൺ അഗറിനെ കണ്ടതും ആന തൻ്റെ തുമ്പിക്കൈ ഉയർത്തി അദ്ദേഹത്തിന് നേരെ ചാർജ് ചെയ്ത് ഓടി വന്നു. പിന്നെ അവിടെ നിൽക്കുവാനോ അതിന് നേരെ നിറയൊഴിക്കുവാനുള്ള സമയം അഗറിന് കിട്ടിയില്ല. അവിടെ നിന്നും ഓടുകയല്ലാതെ മറ്റൊരു മാർഗം അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ആനയുടെ പിടിയിൽ നിന്നും അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ മുന്നിലേക്ക് നീങ്ങി. ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം വനത്തിലൂടെ ആ നരഭോജിയായ പുലിയെ തേടി നടക്കുന്ന സമയത്താണ് ഒരു പുലിക്കുടുംബത്തിൻ്റെ മുന്നിലേക്ക് അയാൾ എത്തിച്ചേർന്നത്. അതിലൊരു ആൺപുലിയും പെൺപുലിയും അതിൻ്റെ 3 കുട്ടികളും ഉണ്ടായിരുന്നു. ഇത് കണ്ടതോടെ അഗറിന് മറ്റൊരു സംശയം പിടികൂടി. ഇനിയും ഒരു പുലി മാത്രമാണോ നരഭോജിയായി ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നത്? അതോ പുലികളുടെ കൂട്ടമാണോ ഇതിന് പിന്നിൽ? അതായത്
തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പുലിക്കുടുംബമായിരിക്കുമോ മനുഷ്യരെ കൊന്നു തിന്നുകൊണ്ടിരിക്കുന്നത്, അവയും അവയുടെ കുട്ടികളും കൂടി ചേർന്ന്? അതുകൊണ്ട് തന്നെ ഒട്ടും സമയം പാഴാക്കാതെ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന റൈഫിലെടുത്ത് ആദ്യം ആൺപുലിയെയും പിന്നെ പെൺപുലിയെയും അതിൻ്റെ 3 കുട്ടികളെയും അദ്ദേഹം വെടിവെച്ചു കൊന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. എഴുത്തുകാരൻ പറയുന്നത് പ്രകാരം അഗറിന് അങ്ങനെ സംഭവിച്ചത് അയാൾ ഒരു തുടക്കക്കാരനായതുകൊണ്ട് തന്നെയാണെന്നാണ്. കാരണം ഇതിനു മുന്നേ നരഭോജിയായ ഒരു പുലിയെ വേട്ടയാടിയുള്ള പരിചയമൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നരഭോജിയായ പുലികളെ തിരിച്ചറിയാനുള്ള കഴിവും അദ്ദേഹത്തിനില്ല. നമ്മുടെ കഥയിലെ അഗർ പുനോനയിൽ കറങ്ങി നടക്കുന്ന അതേ സമയം തന്നെയാണ്, അല്ലെങ്കിൽ അതേ കാലഘട്ടത്തിൽ തന്നെയാണ്, അതായത് 1924 അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ജിം കോർബറ്റ് രുദ്രപ്രയാഗിലെ നരഭോജിയെ വെടിവെക്കുവാൻ വേണ്ടി ആ പ്രദേശത്ത് അലഞ്ഞു നടന്നതും. കോർബറ്റ് അപ്പോഴേക്കും നരഭോജികളെ കൊന്ന് വേട്ടയാടി വലിയ പരിചയസമ്പത്ത് തന്നെ ഉണ്ടാക്കിയിരുന്നു. 1907 ചെമ്പാവത്ത് നരഭോജിയെയും 1910-11 കാലഘട്ടത്തിൽ പനാർ, മുക്തേശ്വരം നരഭോജികളെയും അദ്ദേഹം കൊന്നിരുന്നു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഷെൽട്ടർ അഗർവാളിന് കോർബറ്റിനെ കുറിച്ചോ അദ്ദേഹം നടത്തിയ വേട്ടകളെക്കുറിച്ചോ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അതിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല. ഈ സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ കോർബറ്റ് എഴുതുവാൻ തുടങ്ങിയിരുന്നില്ല. കോർബറ്റ് കാടുകളെക്കുറിച്ചും നരഭോജികളെക്കുറിച്ചുമുള്ള അറിവുകൾ ഒരു പുസ്തകമാക്കി എഴുതുവാൻ തന്നെ തീരുമാനിച്ചത് 1944 മാത്രമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട അറിവുകൾ സാധാരണക്കാരിലെത്താൻ വളരെ വൈകിയിരുന്നു. അഗറിനെപ്പോലുള്ള നല്ല ഉദ്ദേശത്തോടെ കാട്ടിലേക്ക് പോയ പല വേട്ടക്കാർക്കും നരഭോജിയെ പിന്തുടരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അതിന് കാരണങ്ങളേറെയുണ്ട്. നമ്മൾ ആൻഡേഴ്സൻ്റെയോ അല്ലെങ്കിൽ കോർബറ്റിൻ്റെയോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വേട്ടയാടുന്നതിന് മുന്നേയുള്ള സമയങ്ങളിൽ വിവരശേഖരണം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവരിരുവരും വേട്ടയാടാൻ, അതായത് ഒരു നരഭോജിയെ വേട്ടയാടാൻ പോകുന്നതിന് മുന്നേ അവിടുത്തെ ഗ്രാമത്തിലെ ഗ്രാമീണരോടും മറ്റുള്ളവരോടുമെല്ലാം ആ നരഭോജിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും. അവൻ്റെ സ്വഭാവങ്ങളും അവൻ വരാനിടയുള്ളതും അവൻ പ്രധാനമായി പിടിച്ച ഇരകളും എല്ലാം ചോദിച്ചു മനസ്സിലാക്കും. ഇങ്ങനെയുള്ള വിവരങ്ങൾ ആ നരഭോജിയായ മൃഗത്തെ വേട്ടയാടുമ്പോൾ ഇത് വളരെ ഉപകാരപ്പെടും. നരഭോജി കൊല്ലുന്ന ഒരു മൃഗമാണോ അതോ പല മൃഗമാണോ എന്ന് സ്ഥിരീകരിക്കണം. നരഭോജിയുടെ കാൽപ്പാടുകൾ പരിശോധിക്കുക വഴി തെറ്റായ ഒരു പുലിയെ കൊല്ലുന്നത് ഒഴിവാക്കാമായിരുന്നു. പോകുന്ന വഴിയിൽ കാണുന്നവരിൽ നിന്നുമെല്ലാം നരഭോജിയായ ആ മൃഗത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. മോഹൻ നരഭോജിയെപ്പറ്റി കേട്ടിട്ടില്ലേ? നമ്മൾ ഇതിനു മുന്നേ ചെയ്ത ഒരു കഥ തന്നെയാണ് ജിം കോർബറ്റിൻ്റെ. കടുവ രാത്രിയിൽ വേട്ടയാടുവാൻ പോകുമ്പോൾ അത് പ്രത്യേകതരം ശബ്ദമുണ്ടാക്കുമെന്ന് നാട്ടുകാർ കോർബറ്റിനോട് പറഞ്ഞിരുന്നു. അതിനെ കൊന്ന ശേഷം കോർബറ്റ് പരിശോധിച്ചപ്പോൾ അതിൻ്റെ കാലിലെ തറച്ചിരിക്കുന്ന മുള്ളുകൾ കാരണം, അതായത് അത് നടക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന വേദന കാരണമാണ് ഇങ്ങനെയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിലൂടെ തന്നെ കോർബറ്റ് കൊന്നത് നരഭോജിയായ മൃഗത്തെ തന്നെയാണെന്ന് ഉറപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. ഇങ്ങനെയുള്ള പുലിയെപ്പറ്റിയുള്ള യാതൊരു വിവരങ്ങളും അഗറിനെ പോലെയുള്ള പല വേട്ടക്കാർക്കും ലഭ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാൽപ്പാടുകൾ നോക്കി പുലിയെ കണ്ടെത്താനോ താൻ ഇപ്പോൾ അവിടെ കൊന്നിട്ട 5 പുലികളുടെ കാൽപ്പാടുകൾ മണിക്കത്തെ ആക്രമിച്ച പുലിയുടെ കാൽപ്പാടുകളുമായി ഒത്തുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനും അദ്ദേഹം ശ്രമിച്ചില്ല. അദ്ദേഹത്തിന് ദൈവത്തെ വിശ്വാസമായതുകൊണ്ട് തന്നെ പല രാത്രിയിലും രാവിലെകളിലുമെല്ലാം നരഭോജിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമെന്ന വിശ്വാസത്തിൽ അദ്ദേഹം കാട്ടിലൂടെ അങ്ങനെ വീണ്ടും അലഞ്ഞു നടന്നു. അവിടെയുള്ള പ്രദേശത്തെ ആളുകളുമായെല്ലാം അഗർ സംസാരിച്ചു. ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം സംസാരിച്ചവരും മിണ്ടിയവരുമായ ആളുകൾ ആരും തന്നെ ആ പുലിയെ നേരിട്ട് കണ്ടവരായിരുന്നില്ല. ഇങ്ങനെ ആഴ്ചകളോളം അദ്ദേഹം ആ പരിസര പ്രദേശങ്ങളിൽ ആ പുലിയെ അന്വേഷിച്ച് കറങ്ങി നടന്നു. യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ തിരച്ചിൽ അവസാനിപ്പിച്ച് തിരികെ തൻ്റെ സ്ഥലത്തേക്ക് പോകണമെന്ന് അദ്ദേഹം വല്ലാതെ ആഗ്രഹിച്ചു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോകേണ്ടി തന്നെ വന്നു. കാരണം അദ്ദേഹത്തിന് ചില ജോലികൾ അവിടെ ചെയ്തു തീർക്കുവാനുണ്ടായിരുന്നു. അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളോട്, അതായത് അവിടെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമായിരുന്നു ആ സമയത്ത് താമസിച്ചിരുന്നത്, അവരോടെല്ലാം അഗർ പറഞ്ഞു, ഞാൻ തിരികെ പോകുകയാണ്. ഇനി എന്തെങ്കിലും ആ പുലിയുടെ ഭാഗത്തു നിന്നും ശല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അറിയിക്കണം. താൻ അപ്പോൾ തന്നെ ഇവിടേക്ക് തൻ്റെ തോക്കുമായി മടങ്ങിയെത്താമെന്ന് അവർക്ക് വാക്ക് നൽകി. അഗർ പോയ ശേഷം പുലി കൂടുതൽ ആളുകളെ കൊന്നു. 1924 ഒക്ടോബർ 16 അഗറിന് മറ്റൊരു ടെലിഗ്രാം ലഭിച്ചു. ഇത്തവണ ഗവൺമെൻറ് ഏജന്റ് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ടെലിഗ്രാം അയച്ചത്. പക്ഷേ അതിനുണ്ടായിരുന്ന ആവശ്യം മറ്റൊന്നായിരുന്നു. ആ പ്രദേശത്ത് ഒരു കൊമ്പനാനയുടെ ശല്യം വല്ലാതെ ഉണ്ടെന്നും
അവിടേക്ക് താങ്കൾ വരണമെന്നും ആനയെ അവിടെ നിന്ന് കൊന്നൊഴിവാക്കണമെന്നുമായിരുന്നു ആ ടെലിഗ്രാമിൽ ഉണ്ടായിരുന്നത്. അതിനുള്ള മറുപടി അഗർ നൽകിയപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു വിവരം കൂടി ലഭിച്ചു. നരഭോജി 16 ആളുകളെ കൊന്നു എന്ന വിവരമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. നമ്മൾ കഥയുടെ തുടക്കത്തിൽ ഒരു മണിക്കത്തിൻ്റെ കഥ പറഞ്ഞിരുന്നില്ലേ? ആ മണിക്കത്തിൻ്റെ കൊന്നതും ഈ സമയത്ത് തന്നെയാണ്. അതായത് അഗർ അവിടെ എത്തുന്നതിനും മുന്നേ. അഗർ ഉടനെ തന്നെ പുനോനയിലേക്ക് തിരിച്ചു. കൊമ്പനാനയെ വെടിവെച്ച് കൊല്ലുന്നതിന് മുന്നേ തന്നെ നരഭോജിയെ കൊല്ലണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. എൽറ്റൻഡോഫ് റെയിൽവേ സ്റ്റേഷനിൽ അഗറിന് വേണ്ടി കാത്തുനിന്നു. അദ്ദേഹത്തെ അവിടെ വെച്ച് സ്വീകരിച്ചു. ഡോഫ് അഗറിനെ വിളിച്ചുകൊണ്ട് മണിക്കത്തിൻ്റെ ശരീരം കിടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയതും മണിക്കത്തിൻ്റെ ശരീരം അവർ പരിശോധിച്ചു. മണിക്കത്തിൻ്റെ ഒരു കാല് ആ പുലി കൊണ്ടുപോയിരുന്നു. കഴുത്ത് ഒടിച്ചിരുന്നു. മുകളിലെ ശരീരഭാഗത്തു നിന്നും കുറച്ച് മാംസം നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും ശരീരത്തിൽ ഇനിയും കഴിക്കാൻ മാംസം ബാക്കി ഉണ്ടായിരുന്നു. പുലി തീർച്ചയായും ഈ ശരീരത്തിൽ നിന്നും മിച്ചം വന്ന മാംസം ഭക്ഷിക്കുവാൻ വേണ്ടി ഇവിടേക്ക് തിരികെ വരുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഒട്ടും വൈകാതെ തന്നെ അടുത്ത് ഒരു മച്ചാൻ കെട്ടാൻ അവർ തീരുമാനിച്ചു. ചുറ്റും നോക്കുകയും അവിടെ മച്ചാൻ കെട്ടാൻ പറ്റിയ ഒരു മരം കണ്ടെത്തുകയും അതിൽ മച്ചാൻ തയ്യാറാക്കുകയും ചെയ്തു. സന്ധ്യയായി തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും അവർക്ക് രാത്രിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി അവർ ഇവിടേക്ക് കൊണ്ടുവന്ന വാഹനത്തിൻ്റെ അരികിലേക്ക് നടന്നു. ആ വാഹനത്തിൽ ഇവർക്കുള്ള സാധന സാമഗ്രികളെല്ലാം ഉണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് വാഹനത്തിൽ നിന്നും മച്ചാൽ ലക്ഷ്യമാക്കി നടന്നു. മണിക്കത്തിൻ്റെ മൃതദേഹം കിടക്കുന്ന ഭാഗത്ത് നിന്നും കൃത്യമായി പറഞ്ഞാൽ 40-50 വാര അകലെ അവർ എത്തിയപ്പോഴേക്കും അവർക്കൊപ്പമുണ്ടായിരുന്ന ഡ്രൈവർ ഒരു കാഴ്ച കണ്ടു. അയാൾ ഞെട്ടിത്തരച്ച് നിന്നുപോയി. ആ മൃതദേഹത്തിൻ്റെ അരികിൽ ഒരു പുലി നിൽക്കുന്ന കാഴ്ചയായിരുന്നു അദ്ദേഹം കണ്ടത്. അയാൾ അവരോട് പറഞ്ഞു, സാർ, പുലി. അഗർ വളരെ വേഗം തന്നെ ആ ദിശയിലേക്ക് നോക്കി. മണിക്കത്തിൻ്റെ ശരീരത്തിൻ്റെ അരികിലേക്ക് പുലി അപ്പോഴേക്കും എത്തിച്ചേർന്നിരുന്നു. അഗർ പിന്നെ ഒട്ടും താമസിച്ചില്ല. അദ്ദേഹത്തിൻ്റെ തോളിൽ കിടന്നിരുന്ന റൈഫിൽ അവിടേക്ക് ചൂണ്ടുകയും തൻ്റെ തോക്കിൻ്റെ കാഞ്ചി വലിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ റൈഫിലിൻ്റെ കുഴിയിൽ നിന്നും പോയ ആ തിരക്ക് ലക്ഷ്യം ഭേദിക്കുവാൻ കഴിഞ്ഞില്ല. വെടിയുടെ ശബ്ദം ആ പുലിയെ വല്ലാതെ ഭയപ്പെടുത്തി. അവൻ അടുത്തുള്ള കുറ്റിക്കാടിനുള്ളിലേക്ക് പോയി മറയുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്നും ഗർജിച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് ഓടി മറഞ്ഞു. ഇതായിരുന്നു പുനോനയിലെ നരഭോജിയുടെ കഥയുടെ 1ാം ഭാഗം. ഇതിൻ്റെ ബാക്കി കഥയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.